ഗുഡ് മോർണിംഗ് ഗൈസ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിന് ഞാൻ അങ്ങനെ വ്ളോഗ്സ് ഒന്നും അധികം അപ്ലോഡ് ആക്കിയിട്ടില്ലെന്ന്. സോ എല്ലാവരും കുറച്ചും കൂടെ വ്ളോഗ്സുകളൊക്കെ ഇടുന്ന 2025 ഒരു ഡേ പോലും മുടങ്ങാതെ ഇടണം എന്നാണ്. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് മടിയാണ്, പിന്നെ കുറച്ച് ബിസി ഒക്കെ ആയതുകൊണ്ടാണ് വ്ളോഗ്സ് ഒന്നും കാണാത്തത്. ഓക്കെ, അപ്പം ഇത് ഇവിടുത്തെ കൊച്ചു കൃഷി ആണ്. എനിക്കിത് യാതൊരു ബന്ധവുമില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ. ഓക്കെ, അപ്പം രാവിലെയൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചു. എന്നിട്ട് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ഇപ്പം ഭയങ്കര കാറ്റൊക്കെയാണോ, പക്ഷെ ഇന്ന് കാറ്റില്ല, ക്ലൈമറ്റ് കാണാൻ നല്ല രസം. ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ രാവിലെ തന്നെ കാക്ക നോക്കും. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എന്തെടുത്താൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും. എനിവേ, എനിക്ക് നല്ല കണക്ക് വിശക്കുന്നു. അപ്പോൾ ഇടിയപ്പവും തേങ്ങറിയാണ്, അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി കാണിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ കൂടെ ആയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം എനിക്ക് സൺസ്ക്രീൻ ഇപ്പം ഇല്ല കുറച്ച് നാളായിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തും ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം നല്ലതെന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് കണ്ടപ്പോൾ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. ഞാൻ സ്കിൻ, ഹെയർ, സെൽഫ് കെയർ ഒന്നും അല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. എനിവേ വാങ്ങിച്ചു. അപ്പം എൻ്റെ റേറ്റൊക്കെ 200 സംതിങ് അത്ര കണ്ടേ ഉള്ളൂ. അപ്പം ന്യൂട്രോജനയുടെയാണ്. അപ്പം എനിക്കിതിനെ പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്. അപ്പം അതനുസരിച്ചുള്ള രീതിക്ക് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം എൻ്റെ ഓയിൽ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓയിലി ആയിട്ട് തോന്നും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉള്ള സ്കിന്നായതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇനിവേ ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഇത് 2 ദിവസമൊക്കെ നോക്കിയല്ലെങ്കിൽ ഞാൻ റിട്ടേൺ അയക്കും. കാരണം ഓയിലി സ്കിന്നിൽ എത്രത്തോളം പിടിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഒരു സാധനം വാങ്ങിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് മാത്രമല്ല, എനിക്കിപ്പം നല്ല രീതിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സ് നമ്മുടെ ന്യൂസിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്യാനുള്ളൊരു പ്രൊഡക്റ്റാണ്. ആദ്യം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ വെച്ച് എങ്ങനെ ചെയ്യും? നമ്മളിപ്പം ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് സ്പീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ വേദനിക്കയില്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ പക്ഷേ ഈ സംഭവം കൊള്ളാം. പക്ഷെ നല്ല പെയിനാണ്. നമ്മൾ കരയിലെന്ന് ഓർത്താൽ ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണീര് വരും. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഇത് 98 അത്രയേ ഉള്ളൂ. അങ്ങനെ എന്താണ് 4 ഇതുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു, പപ്പടമുണ്ട്, സലാഡുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ പൊളിക്കും. കാരണം എനിക്ക് ചിക്കൻ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, ഒരു നൈറ്റൊക്കെ ആയപ്പോൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോവാം എന്നൊക്കെ ഒന്ന് വിചാരിച്ചു. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ബീച്ചിലൊക്കെ പോവാമെന്ന് കരുതി. എന്നാൽ പിന്നെ ബീച്ചിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പം ലൈറ്റ് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബീച്ച് വന്ന് ഇപ്പോൾ അവർ പാർക്കിങ്ങിൽ എവിടെ നമ്മൾ പാർക്ക് ചെയ്താലും ഇപ്പം റേറ്റ് കൂട്ടി 20 രൂപയാക്കി. ആ ഒരു ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് പാർക്കിംഗ് ചാർജ്. മുമ്പൊന്നും ഇടയ്ക്കൊന്നും ഇതും ഇല്ല, പിന്നെ 10 ആയിരുന്നു, ഇപ്പം 20 ആക്കി. എവിടെ വെച്ചാലും ഇത് തന്നെ അവസ്ഥ. ഓക്കെ, അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഏത് ബീച്ചെന്ന്. പക്ഷേ ഇത് എൻ്റെ അബദ്ധത്തിൽ തന്നെ ഏത് ബീച്ചെന്ന് വരും. എൻ്റെ ഇതിനു മുമ്പുള്ള വ്ളോഗ്സിൽ ഞാൻ വന്നിട്ടുള്ള ബീച്ച് ഇതാണ്. അപ്പോൾ എനിക്കിവിടെ വരുന്ന ഒരുപാട് ഇഷ്ടമാണ്. എത്ര ബീച്ചിലൊക്കെ പോയാലും നമ്മുടെ സ്ഥലത്തെ ബീച്ച് അത് വേറെ വൈബാണ്. ഓക്കെ, അപ്പം
ഇപ്പോൾ വെള്ളത്തിലോ കാര്യങ്ങളൊന്നും ഇറങ്ങത്തില്ല. അത് മാത്രമല്ല കരയിലോട്ട് കടൽ കയറിയിട്ടുണ്ട്. ആരും അങ്ങനെ ഇറങ്ങത്തില്ല. ഇറങ്ങിയാൽ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു മരത്തിൻ്റെ മൂട്ടിയിലല്ല, മരത്തിലിങ്ങനെ ഇരിക്കുന്നു തടിയിൽ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത്, അയ്യോ ഞാൻ വ്ളോഗ് എടുത്തില്ലല്ലേ എന്ന്. അപ്പം ഇതിൻ്റെ അകം കോളിഫ്ലവർ ബജ്ജി, പിന്നെ ചിക്കൻ ബജ്ജി, പിന്നെ ചോളം, ഇതെല്ലാം ഓൾറെഡി കഴിഞ്ഞു. അല്ലെങ്കിൽ അതും കൂടെ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ ഇവിടം വരെ വന്നേ, റീൽസിലൂടെ കാണുകയും അല്ലാതെ കണ്ടുപിടിച്ച ഒരു സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഫിഷ് തല ഇഷ്ടമുള്ളവർക്കൊക്കെ, മീനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. നല്ല ടേസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫിഷ് ഫ്രൈ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമ്മൾ പുട്ടും, എനിക്ക് ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റ് അറിയത്തില്ല, എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവരാദ്യം നമ്മൾക്ക് മീൻ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് പറയാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ഓപ്പോസിറ്റാണ് മീൻ ഇങ്ങനെ വിൽക്കുന്നത് വിലയ്ക്ക്. ഓക്കെ, അടുത്തത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊട്ടിയത്തുള്ള ഡ്രീം മാളി വന്നു. അപ്പോൾ ഞാൻ ഡ്രീം മാളി വന്നില്ല, ബാക്കി എല്ലാവരും ഇതിന് മുമ്പ് വന്നപ്പം ഇങ്ങനെ ഞാനൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പോകുന്നത്. അപ്പോഴത്തേക്ക് ഡ്രീം മാളി ഒന്ന് കയറി. പിന്നെ അറിയാലോ, ഉമ്മമാരെയൊക്കെ കൊണ്ടുപോയാൽ അവരുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ ആ ഒരു സെക്ഷനിലോട്ട് പോവും. പിന്നെ ലുലു ഡെയിലി ഉണ്ട്. അപ്പം നമ്മുടെ അതായത് ട്രിവാൻഡ്രത്തുള്ള ആ ലുലുവിൻ്റെ ഹൈപ്പറിൻ്റെ 4/1 പോലും തികച്ചില്ല ഇവിടെ സാധനങ്ങൾ. കാരണം 3-4 സാധനങ്ങൾ മുമ്പ് നോക്കിയിട്ട് പോയി ഇവിടെ, അതൊന്നുമില്ല. പക്ഷേ മറ്റേടത്തുണ്ട്. ഇപ്പോൾ ചുമ്മാ ചുറ്റിയൊക്കെ കറങ്ങി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓൾറെഡി കഴിച്ചൊക്കെ വന്നതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കഴിക്കാൻ. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പം ബൈ. അപ്പം ഡ്രീം മാളൊക്കെ കണ്ട്, അപ്പം അത്യാവശ്യമൊക്കെ നമ്മൾ കോളേജ് പിള്ളേർക്കൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ, കുറച്ച് നേരമൊക്കെ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഓക്കെ, ബൈ ഗൈസ്.